അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫർമാൻ പ്രവാസി ഗ്രൂപ്പിലെ സമാധാനിയായ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, നമ്മുടെ SFന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിരുന്ന കരീം കക്കാട് സാഹിബ്, അതുപോലെ റിസാല, സിറാജ്, സഹായി തുടങ്ങി ഒരുപാട് സംരംഭങ്ങളിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച ഒരു ശാന്തനായ പ്രവർത്തകനാണ് ബഹുമാനപ്പെട്ട കരീം കക്കാട് സാഹിബ്. അദ്ദേഹത്തിൻ്റെ വഫാത്ത് സമയമാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഗ്രൂപ്പിൽ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള പ്രോഗ്രാം നടക്കുകയാണ്. അതിൻ്റെ തുടക്കം കുറിച്ച് ദുആ നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട AK ഉസ്താദ് അവർകളാണ്. ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ഈ ഗ്രൂപ്പിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു ഉസ്താദ് അവർക്കും നമുക്കൊക്കെ ഖിദ്മത്ത് വലിയ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ بالفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد. اللهم وصل وبلغ مثل ثواب ما قرأناه وما صليناه على نبينا شفينا وحبيبنا مصطفانا محمد صلى الله عليه وسلم. اللهم إلى حضرات سائر الأنبياء والأولياء والعلماء والشهداء والصالحين. اللهم بحقوقهم يسر عسيرنا وسخر أمورنا وقضي حوائجنا واشف أمراضنا يا أرحم الراحمين. اللهم إلى حضرات آبائنا وأمهاتنا وأجدادنا وجداتنا وجميع المسلمين والمسلمات. اللهم إلى حضرات من ماتوا من أعضاء لجنتنا طلبة السنية، خصوصا إلى حضرة عبد الكريم. اللهم اغفر لنا وله ولهم. اللهم اجمع بيننا وبينه وبينهم في دار جناتك النعيم. اللهم نوّر قبورنا وقبره وقبورهم بنور القرآن. اللهم زين قبورنا وقبره وقبورهم بزينة القرآن. اللهم وسع قبورنا وقبورهم ببركة القرآن. اللهم اجعلنا وإياه من أهل الجنة. اللهم اغفر لنا ولوالدنا ربنا ارحمهم كما ربونا صغارا. اللهم طول أعمارنا مع الصحة والتقوى والعافية والسلامة. اللهم بارك لنا في تعلمنا وتعليمنا. اللهم بارك لنا في مدارسنا ودروسنا. اللهم بارك لنا في جمعياتنا وسائر تعلقاتنا يا رب العالمين. اللهم عليك توكلنا وإليك أنبنا وإليك لنا. آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ദുആ നിർവഹിച്ച ബഹുമാനപ്പെട്ട AK ഉസ്താദിന് എല്ലാവരും സന്തോഷം അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ സംരംഭം അഥവാ അനുസ്മരണ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത് നമ്മോട് ചെറിയ വാക്ക് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട മജീദ് പുത്തൂർ സാഹിബാണ്. SFന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളും കരീം സാഹിബിൻ്റെ സമകാലിക സംഘാടകനുമായ ബഹുമാനപ്പെട്ട മജീദ് സാഹിബ് അല്പം സുഖലക്ഷണത്തിലാണ് എങ്കിലും ചെറിയ വാക്ക് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ഗ്രൂപ്പിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി ഫഇസിൻ വമാ ബഅദ്. സമാദരണീയരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട കരീം കക്കാടിനെ സ്മരിക്കുന്ന ഒരു വേദിയിൽ എത്ര ക്ഷീണമുണ്ടായാലും പങ്കെടുക്കാതിരിക്കുന്നത് അനുചിതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അല്പ കാര്യങ്ങൾ സംസാരിക്കാം. സംഘടനാ രംഗത്ത് തുല്യതയില്ലാത്ത പ്രവർത്തന മികവ് കാട്ടിയ ഒരു കരുത്തുറ്റ സംഘാടകനാണ് കരീം കക്കാട് എന്ന കാര്യം നമുക്ക് വളരെ ചിട്ടയാർന്ന പ്രവർത്തനത്തിലൂടെ സംഘടനയുടെ അടിസ്ഥാന ഘടകങ്ങൾ ശക്തിപ്പെടുത്തി ഘട്ടം ഘട്ടമായി അത് മുകളിലേക്ക് പകർന്ന്
സംസ്ഥാന തലത്തിലേക്ക് വലിയ ചുവടുവെപ്പുകൾ നടത്തിയ വലിയ ഒരു പ്രവർത്തന റൂട്ട് കരീം കക്കാടിനുണ്ടായിരുന്നു. സംഘടനാ രംഗത്തെ ഓരോ ക്രമീകരണങ്ങളും, ഓഫീസ് സംവിധാനങ്ങൾ, യൂണിറ്റിലെ മറ്റ് ക്രമീകരണങ്ങൾ, സാഹിത്യോത്സവം പോലെയുള്ള സാഹിത്യ സാംസ്കാരിക പരിപാടികൾ, വിവിധ ക്യാമ്പുകൾ, ഇതെല്ലാം ക്രമീകരിക്കുന്നതിൽ കരീം കാണിച്ച അനിതര സാധാരണമായ പ്രവർത്തന മികവ് അത് നമുക്ക് വർണ്ണിക്കുക അസാധ്യമാണ്. ആ നിലക്ക് എക്കാലത്തും എത്ര കാലം പറഞ്ഞാലും തീരാത്തത്ര വലിയ മാതൃകകൾ കരീം കക്കാടിലുണ്ട്. നമ്മുടെ ഇന്നത്തെ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന പലർക്കും കരീം ഒരു മാതൃകയാണ്. റിസാലയെ ശക്തിപ്പെടുത്തുന്നതിൽ, റിസാലയെ ജനകീയമാക്കുന്നതിൽ, സിറാജ് ദിനപത്രം ജനകീയമാക്കുന്നതിൽ, കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ കരീം കാട്ടിയ ഓരോ ചുവടുവെപ്പുകളും അത് നമുക്ക് എന്നും ഓർക്കുവാനും ആ ഓർമ്മയിലൂടെ കരീമെന്നും ജനമനസ്സുകൾ ജീവിക്കുവാനും അത് പര്യാപ്തമാണ് എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായും പുതിയ തലമുറക്ക് കൂടി കരീമിന്റെ ആ മഹത്തരമായ സവിശേഷതകൾ, പ്രവർത്തന രംഗത്ത് അദ്ദേഹം കാഴ്ചവെച്ച ആ ശൈലികൾ, വിശാല മനസ്കത, ചടുലമായ പ്രവർത്തനങ്ങൾ, പക്വതയാർന്ന പെരുമാറ്റം, നിറപുഞ്ചിരി, ഇതെല്ലാം ഓരോ പ്രവർത്തകനും മാതൃകയാക്കേണ്ടതാണ്. എന്നും അത് സ്മരിച്ച് കരീമിന് അവന്റെ ആഖിറത്തിൽ മുതൽക്കൂട്ടാവുന്ന രൂപത്തിൽ അത് നമുക്ക് മനസ്സിന്റെ അന്തർധാരയിൽ കൊണ്ടുവരേണ്ടതാണ്. തീർച്ചയായും നമുക്ക് ഇൻഷാ അല്ലാഹ് ഇനിയും കരീമിനെ അനുസ്മരിക്കാം. കരീമിന് വേണ്ടി നമുക്ക് പറയാം, എഴുതാം, ഒരുപാട് പ്രാർത്ഥനകൾ നിർവഹിക്കാം. അള്ളാഹു കരീം കക്കാടിൻ്റെ ഖബർ വിശാലമാക്കട്ടെ. കരീം കക്കാടിൻ്റെയും യൂനുസ് മുച്ചുന്തിയുടെയും ഒരു അനുസ്മരണ പരിപാടി അടുത്ത വ്യാഴാഴ്ച കോഴിക്കോട്ട് വെച്ച് നടക്കുകയാണ്. ആ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അള്ളാഹു എല്ലാം പ്രാർത്ഥനയാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ അനുസ്മരണ പ്രോഗ്രാമിന്റെ ആമുഖ പ്രഭാഷണമാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട നാസർ മാഷി ചെറുവാടി, കരീം സാഹിബുമായിട്ട് വളരെ അടുത്ത സംഘടനാ രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച നേതാവാണ് അദ്ദേഹം. ഇൻഷാ അല്ലാഹ് നമുക്ക് വേണ്ടി ആമുഖ പ്രഭാഷണം നടത്തുന്നു. അതിലൂടെ ഗ്രൂപ്പിന് വേണ്ടി സ്വാഗതം ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയരായ പണ്ഡിതന്മാരെ, സംഘടനാ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയ സുഹൃത്ത് കരീം കക്കാടിൻ്റെ അനുസ്മരണ ചടങ്ങിലാണ് നാം ഇപ്പോൾ ഒത്തുചേർന്നിരിക്കുന്നത്. വളരെ വൈകിയാണ് ഇങ്ങനൊരു പ്രോഗ്രാമുള്ള വിവരം അറിയാൻ സാധിച്ചത്. നേരത്തെ വിവരം നൽകിയിരുന്നെങ്കിലും ചില ഔദ്യോഗിക തിരക്കുകൾ കാരണം ഗ്രൂപ്പിൽ മെസ്സേജുകൾ നോക്കാൻ വൈകിപ്പോയി. എന്നാലും കരീമിൻ്റെ വിഷയമായതുകൊണ്ട് നമുക്ക് ഏത് തിരക്കും മാറ്റിവെച്ച് അതിൽ പങ്കാളികളാകാൻ നമുക്കൊക്കെ വലിയ ആവേശമാണ്. കരീം ഒരു വ്യക്തിയായിരുന്നില്ല, കരീം ഒരു പ്രസ്ഥാനമായിരുന്നു. കരീം ഒരു സംഘടനാ ചാലക ശക്തിയായിരുന്നു. ഒരു സമൂഹത്തിൻ്റെ സ്പന്ദനമായിരുന്നു. ഒരു സമൂഹത്തെ, പ്രത്യേകിച്ചും SSF എന്ന് പറയുന്ന വിദ്യാർത്ഥി സമൂഹത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിൽ, അതുമാത്രമല്ല ദിശാബോധം നൽകുന്നതിൽ, അതിനാവശ്യമായ കെട്ടും മട്ടും രൂപപ്പെടുത്തി പ്രവർത്തകരെ ചലിപ്പിക്കുന്നതിലും ഊർജം നൽകുന്നതിലും എന്നും ഒരു മാതൃകാ പുരുഷനായിട്ട് കരീം പ്രവർത്തിച്ചു. കരീം പ്രായം കൊണ്ട് SYSകാരനായി മാറിയിട്ടുണ്ടെങ്കിലും SYSന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ അത്ര സജീവമായിട്ട് കരീം മുമ്പന്തിലുണ്ടായിരുന്നില്ല. SYSകാരനാണെങ്കിലും അന്നും കരീം എപ്പോഴും SSFകാരനായിരുന്നു. കരീമിൻ്റെ 50-ാം വയസ്സുകളിലും അദ്ദേഹം മരിക്കുന്നതുവരെയും SSFന്റെ പ്രവർത്തനത്തെയാണ് അദ്ദേഹം എന്നും മുൻപന്തിയിൽ നിർത്തിയത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ആ സമയത്തെ സാഹിത്യോത്സവിൽ പങ്കെടുത്ത് 2-ാം ദിവസമാണ് അദ്ദേഹം മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവസാന ശ്വാസം വരെ സംഘടനയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും സംഘടന ലീഡേഴ്സിനോടൊപ്പം സഞ്ചരിക്കുകയും ചെയ്ത മഹൽ വ്യക്തിത്വമായിരുന്നു കരീം. ഒരു സംഘാടകൻ എങ്ങനെയാവണം, എന്താകണം, അവൻ്റെ പ്രവർത്തനത്തിൻ്റെ രീതി എന്താകണം, അവൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നതൊക്കെ കരീമിൽ ഉണ്ടായിരുന്നു. ഒരു പ്രവർത്തനത്തിനും മടി കൂടാതെ
മുന്നും പിന്നും നോക്കാതെ കൃത്യമായിട്ട് അദ്ദേഹം നമ്മെ നയിച്ചു. ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ സംഘടനയുടെ ലീഡേഴ്സ് ആരാണെന്നോ അല്ലെങ്കിൽ സംഘടനയെ നയിക്കുന്നവരാരാണെന്നോ ഒന്നും ശ്രദ്ധിക്കാതെ അവരെ പുഷ് ചെയ്യുന്നതിൽ, അവരെ മുന്നോട്ട് ഗമിപ്പിക്കുന്നതിൽ കരീമിന് അഗാധമായ ഒരു ശക്തിയും കഴിവുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും സംഘടനാ ക്ലാസുകൾ, ക്യാമ്പുകൾ. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് ഞങ്ങളെ കാലത്ത് കരീം നടത്തിയ കരീമിൻ്റെ വെക്കേഷൻ ക്യാമ്പുകളാണ്. വെക്കേഷൻ ക്യാമ്പ് മർക്കസ് ആർട്സ് കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ ജില്ലകളിലുള്ള ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് 50 കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് മൊബൈൽ ക്യാമ്പുകളായിട്ട് കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ വെക്കേഷൻ ക്യാമ്പുകൾ, SLC എഴുതിയ കുട്ടികളെ, SLC പാസ്സായ കുട്ടികളെ, അല്ലെങ്കിൽ SLCക്ക് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികളെ, അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ ക്യാമ്പുകൾ എന്നും സ്മരണീയമാണ്. ആ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളിൽ പലരും ഇപ്പോഴും നമ്മൾ വിളിക്കാറുണ്ട്. അവരുടെ സ്നേഹവും സന്തോഷവും എന്നും നമുക്കൊരു ഓർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ നിന്നുണ്ടായ ഒരു പ്രവർത്തനമാണ്. മറ്റൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ ജോലി സംബന്ധമായ വിഷയമാണ് സ്റ്റുഡൻറ് സെൻ്ററുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹം റിസാലയിൽ പ്രവർത്തിച്ചത്. റിസാല ഇന്നത്തെ റിസാലയാക്കി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, വാരികയാക്കി രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ, മാസിക ആയിട്ടും അത് ഇറക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു സമയത്ത് വാരികയായിട്ട് ഇറക്കിയതിന് പിന്നിൽ കരീമിൻ്റെ ആ ഒരു കഠിന പ്രയത്നവും അദ്ദേഹത്തിൻ്റെ അഹോരാത്രമുള്ള പരിശ്രമവും എല്ലാം നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം സാഹിത്യോത്സവം അദ്ദേഹത്തിൻ്റെ ഒരു ഹരമായിരുന്നു. ഇന്നത്തെ സാഹിത്യോത്സവം ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചെസ് കാർഡുകളാണെങ്കിലും റിസൾട്ട് പബ്ലിഷിംഗ് ആണെങ്കിലും അതിനെല്ലാം പ്രോഗ്രാമിംഗ് എല്ലാം അന്ന് എഴുതി തയ്യാറാക്കി രാത്രി ഉറക്കൊഴിഞ്ഞ് പൂർണ്ണ സമയം 2 ദിവസത്തെ സാഹിത്യോത്സവമാണെങ്കിൽ കരീം ഒരാഴ്ചക്ക് മുമ്പ് തന്നെ ആ സാഹിത്യോത്സവം ഉണ്ടാകും. അതിൻ്റെ പിന്നണിയിലായിട്ട് ഓഫീസ് കാര്യങ്ങളിലേക്കും അതുപോലെ എല്ലാ കാര്യങ്ങളിലേക്കും കരീമിൻ്റെ കയ്യൊപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നിസ്വാർത്ഥരായ പ്രവർത്തകന്മാർ, നേതാക്കൾ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് അത് പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. ഇന്നത്തെ കുട്ടികൾക്ക് സംഘടനയുടെ ആ ഒരു ഊർജം, ആ ഒരു ത്യാഗം മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പലർക്കും സാധിക്കുന്നില്ല. ഇന്നത്തെ മക്കളുടെ ഒരു അവസ്ഥ, ഒരു ഉത്തരവാദിത്വവും ഒരു ബോധവും ഇല്ലാതെ താൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ യാന്ത്രികമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ എത്രയോ മാതൃകയാണ് കരീം. ഏറ്റവും അവസാനമായി കരീമിൻ്റെ ജോലി സിറാജിൽ നിന്നും മാറിയ ശേഷം ജീവകാരുണ്യ രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം സഹായിൽ ഞങ്ങൾ ഏറ്റെടുത്തു. അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിനും എന്തിനു മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഞങ്ങളെപ്പോലെ അതിശയിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സഹായി നിലനിൽക്കുന്ന ഓഫീസ് സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ കരീമിൻ്റെ വലിയ ഒരു അധ്വാനവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തയുമാണ് എടുത്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, കുട്ടികളെ കലാപരമായി ചിട്ടപ്പെടുത്തിയെടുക്കുന്നതിൽ റിസാല സർഗവേദി കോഴിക്കോടും കേരളത്തിൻ്റെ മിക്ക ജില്ലകളിലും അതോടൊപ്പം ലക്ഷദ്വീപിലും എന്ന് വേണ്ട എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം റിസാല സർഗവേദിയുടെ പ്രവർത്തനവുമായിട്ട് മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതിലൊക്കെ ഊണും ഉറക്കവും ഒഴിഞ്ഞ് ഒരു സംവിധായകനായി ഞങ്ങളൊക്കെ കൂട്ടിയിണക്കുന്നതിൽ കരീമിൻ്റെ ആ ഒരു സംഘടനാ പാഠവും കൂട്ടിപ്പിടിക്കലുമെല്ലാം നമുക്കെന്നും ഒരു മാതൃകയാണ്. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനിയും കുറേ ആൾ സംസാരിക്കാനുണ്ട്. അദ്ദേഹത്തോടൊപ്പം അല്ലാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർക്കട്ടെ. അദ്ദേഹം നൽകിയ പാതയിലൂടെ പ്രവർത്തിക്കുവാൻ നമുക്ക് ഇപ്പോഴത്തെ മുസ്ലിം ജമാഅത്തിൽ പ്രവർത്തിക്കുന്ന നമ്മൾ മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃപദവിയിൽ നിന്നുകൊണ്ട് തന്നെ ആ പഴയ കാലത്ത് നമുക്ക് ലഭിച്ച SSFയിലൂടെയുള്ള ഊർജം എന്നും ഇനിയും ഉണ്ടാകാൻ കരീമിനെ പോലുള്ളവരുടെ മാതൃക പിൻപറ്റി മുമ്പോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമായി കൊടുക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല സല്ലം അലാ ഖൈരി ഖൽഖി
സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമ്മുടെ അമക പ്രഭാഷണം നടത്തിയ ബഹുമാനപ്പെട്ട നാസർ മാഷി ചെറുവാടി എല്ലാവരും സന്തോഷം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അബ്ദുൽ സയ്യിദ് ഉസ്താദ് ചെറുവാടി പ്രഭാഷണം നടത്തുന്നു. അതിലൂടെ ഗ്രൂപ്പിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി ഫഅമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ കരീം കക്കാടിൻ്റെ ആണ്ടിൻ്റെ സുദിനത്തിൽ നമ്മൾ അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്. അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ കാര്യം വിശുദ്ധ ഖുർആൻ അതുപോലെയുള്ള പുണ്യകർമ്മങ്ങൾ നിർവഹിച്ച് അദ്ദേഹത്തിൻ്റെ റൂഹിലേക്ക് ഹദിയ ചെയ്യുക എന്നതും അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തുക എന്നതുമാണ്. അദ്ദേഹത്തിന് എന്നല്ല, ലോകത്ത് മരിച്ചുപോയവർക്ക് ദുനിയാവിൽ നിന്ന് അങ്ങോട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം അത് മാത്രമാണ്. നമ്മളൊരുപാട് പ്രവർത്തകരെ കണ്ടിട്ടുണ്ട്, നേതാക്കളെയും കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം നിർവഹിച്ച ആളെ ഒരുപക്ഷെ കരീമിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്ത് പരിപാടികളുണ്ടെങ്കിലും എന്ത് ഏർപ്പാടുകളുണ്ടെങ്കിലും കരീം സംഘടനാ പ്രവർത്തനം തന്നെയാണ് മെയിനായിട്ടുണ്ടാവുക. അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും എന്ത് ത്യാഗം സഹിക്കാനും കരീം എപ്പോഴും സന്നദ്ധമായിരുന്നു. ഞാൻ കരീമിനെ കാണുന്നത് തന്നെ ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു മുക്കം മേഖലാ കമ്മിറ്റി SSFന്റെ, നമ്മൾ ദർസിൽ പഠിക്കുന്ന കാലമാണ്. ഈ മേഖലാ കമ്മിറ്റിന്റെ ആദ്യത്തെ സെക്രട്ടറി ആയിട്ടാണ് ഞാൻ കരീമിനെ കാണുന്നത്. മുക്കത്ത് അക്കാലത്ത് പാരലൽ കോളേജുകളുടെ ഒരു പ്രളയമായിരുന്നു. ആ പോസ്റ്റ് ഓഫീസിന്റെ എതിർ സൈഡിൽ ഒരു പാരലൽ കോളേജ് ഓല കൊണ്ട് മേഞ്ഞുണ്ടാക്കിയ ഷെഡാണ്. അവിടെ വെച്ചാണ് ഈ മേഖലന്റെ യോഗമൊക്കെ നടക്കാറുള്ളത്. അങ്ങനെ അവിടെ വെച്ച് സംഘടനയുടെ പല നിർണായകമായ തീരുമാനങ്ങളും ചർച്ച ചെയ്യുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. എപ്പോഴും SSF ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അങ്ങാടിയായിരുന്നു മുക്കം. എന്ത് അധാർമികത വന്നാലും അതിനെതിരിൽ ഉടൻ തന്നെ ശബ്ദമുയർത്തുകയും പ്രകടനം നടത്തുകയും പോസ്റ്ററുകൾ ഒട്ടിക്കുകയും അങ്ങനെ എല്ലാവരുടെയും അംഗീകാരം പിടിച്ചുപറ്റുകയും ചെയ്തിരുന്ന ഒരു പ്രവർത്തന രീതിയായിരുന്നു അന്ന് മുക്കം മേഖലാ കമ്മിറ്റിക്കുണ്ടായിരുന്നത്. അന്ന് മുതൽ കരീമുമായിട്ടുള്ള ആത്മബന്ധം, എന്തിനും എവിടെയും മുന്നിട്ടിറങ്ങി സംഘടനയെ അധിക്ഷേപിക്കുന്നവനായാലും കുറ്റപ്പെടുത്തുന്നവനായാലും സംഘടനയ്ക്ക് എന്തെങ്കിലും ക്ഷീണം വരുത്തുന്ന പ്രവൃത്തി ചെയ്താലും കായികമായി തന്നെ അദ്ദേഹത്തെ നേരിടണമെന്നായിരുന്നു അദ്ദേഹം വിചാരിച്ചിരുന്നത്. ഒരു പ്രകടനത്തിലേക്ക് ഒരു ബസ് നിയന്ത്രിക്കാതെ അങ്ങോട്ട് കടന്നു കയറിയതിൽ അന്ന് കരീം കാണിച്ച അരിശം ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. അങ്ങനെ സംഘടന എന്നത് അത് തൻ്റെ ജീവവായുവായി കണക്കാക്കി പ്രധാനമായ അജണ്ട തന്നെ ജീവിതത്തിന് ഇത് മാത്രമാണ് എന്ന് കരുതി പോന്ന ഒരാൾ എവിടെ തിരിഞ്ഞാലും എപ്പം തിരിഞ്ഞാലും സംഘടന മാത്രം. സ്വന്തം വീടോ സ്വന്തം കുടിലോ സ്വന്തം കുടുംബമോ ഒന്നും അദ്ദേഹം ആലോചിച്ചിട്ടില്ല. വെറും സംഘടന. അങ്ങനെ ജീവിച്ചു എന്ന് മാത്രമല്ല, അത് വെറും ഒരു ഒച്ചപ്പാടോ ബഹളമോ അതല്ലെങ്കിൽ സ്റ്റേജിൽ കയറി കുത്തിർക്കലോ അല്ലെ മൈക്ക് കടിച്ചു വിഴുങ്ങലോ അങ്ങനത്തെ കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് പബ്ലിസിറ്റി, ഫോട്ടോത്തിൽ നിൽക്കുക, സ്റ്റേജിൽ കയറി ഇരിക്കുക, സ്വയം പൊക്കി പറയുക, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പക്ഷെ കരീം അങ്ങനെയല്ല. കരീമിന് മൈക്കിനോട് വലിയ ഭ്രമം ഒന്നുമില്ലായിരുന്നു. അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രമേ മൈക്കിനെ സമീപിക്കാറുള്ളൂ. ഫോട്ടത്തിൽ കുടുങ്ങാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന രീതി കരീമിനില്ലായിരുന്നു. ഏതെങ്കിലും ഫോട്ടത്തിൽ കുടുങ്ങിയെങ്കിൽ കുടുങ്ങി, ആയെങ്കിലായി, അത് മാത്രം. അങ്ങനെ വളരെ ആത്മാർത്ഥമായി ഒരു പദ്ധതി, ഒരു പരിപാടി മുമ്പിലുണ്ടെങ്കിൽ അത് വിജയിപ്പിക്കുക, അത് വിജയിപ്പിച്ചിട്ടേ അടങ്ങുള്ളൂ. അത് ഉറങ്ങിലേലും കുഴപ്പമില്ല, ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും പ്രശ്നമല്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. സ്വരാജ് എന്ന് പറയുന്ന പത്രത്തിനെ വളരെ നിലവാരമുള്ളതാക്കി മാറ്റി. അത് കരീമിൻ്റെ ഏറ്റവും അവസാന കാലത്താണ്. പിന്നീട് കരീമിനെ നമ്മൾ സഹായിലേക്ക് കൊണ്ടുവന്നു. സഹായിലെത്തിയപ്പോൾ വളരെ
ഒരുപാട് അതിൻ്റെ അടിമുടി ഓഫീസ് സംവിധാനങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തി, നല്ല പരിഷ്കരണങ്ങൾ, നല്ല പരിഷ്കാരങ്ങൾ വരുത്തി. നമ്മളെ മനസ്സിൽ തോന്നുന്ന പല കാര്യങ്ങളും നമുക്കുണ്ടാകും, പക്ഷെ അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കരീമിനെ വിളിച്ചു പറഞ്ഞാൽ കരീം അത് നടത്തിയിട്ട് ഇങ്ങോട്ട് തരും. അത് സ്വന്തം കഴിയില്ലെങ്കിൽ അറിവുള്ളവനെ സമീപിച്ചിട്ട് അത് നടത്തിയാണ് കാണിച്ചു തരികയാണ് ചെയ്യുക. അതുപോലെ അവിടെ ഒരു ദുരന്തം സംഭവിച്ചു, എന്താ കവളപ്പാറ. നമ്മളെ എല്ലാവരെയും വേദനിപ്പിച്ച ഒരു മഹാദുരന്താണ്. ഒരു പെരുന്നാളിൻ്റെ പിറ്റേന്നാണ്. അവിടെ ഞാനും കരീമും കൂടെ പോയി. പെട്ടെന്ന് കരീമിനൊരു അസുഖം, പെട്ടെന്നൊരു ഛർദി, ഭയങ്കര പ്രശ്നമായി. അങ്ങനെ നമ്മൾ താങ്ങിപ്പിടിച്ച് ആംബുലൻസ് കൊണ്ടുവന്ന് അതിൽ കയറ്റി താമരശ്ശേരി കൊണ്ടുപോയി. താമരശ്ശേരി ഹോസ്പിറ്റലിൽ കിടത്തി. കുറഞ്ഞ സമയം കഴിഞ്ഞപ്പം കരീം പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല, ഞാൻ പോവാണ്, കുഴപ്പമില്ല എന്നാണ്. സത്യത്തിൽ അതൊരു വലിയ അറ്റാക്കായിരുന്നു എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഈ അറ്റാക്ക് സംഭവിക്കുമ്പോൾ വെറും നെഞ്ചിലല്ല വേദന, എല്ലാറ്റിൻ്റെയും വടിവേരുകൾ നിലനിൽക്കുന്നത് മനുഷ്യന്റെ വയറിനകത്താണ്. ആ വയറിൽ നിന്ന് ഇതിന്റെ കണക്ഷൻ അവിടെ പോയി കഴിഞ്ഞാൽ അറ്റാക്ക് ഉണ്ടാകുമ്പോഴും അത് പോകും, കിഡ്നി പോകുമ്പോഴും ഉണ്ടാവും, എല്ലാത്തിനും ഉണ്ടാവും. അപ്പം അതിൻ്റെയൊക്കെ പ്രതിഫലനം വയറിൽ നിന്നുണ്ടാകും. അപ്പോൾ വയറിൽ ഉണ്ടാകുമ്പോൾ അത് ഗ്യാസിന്റെ തകരാറാണ്, അല്ലെങ്കിൽ വയറിൽ എന്തോ നീക്കാത്തതാണ് എന്ന് മനസ്സിലാക്കുന്നതിന് പകരം ഹാർട്ടിന് തകരാറ് സംഭവിച്ചാലും അത് അറ്റാക്കായിട്ട് കണക്കാക്കണം. അങ്ങനെ അവിടുന്ന് കരീം തട്ടിപ്പടർന്നു പോന്നു. ഒന്നിലും ഒരു ശ്രദ്ധയുമില്ലാതെ ജീവിച്ചു. സ്വന്തം ആരോഗ്യം പരിഗണിച്ചിട്ടേ ഇല്ല. ഷുഗർ ഉണ്ടാകുമ്പോഴും അദ്ദേഹം അതിലൊന്നും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. മരിക്കണതിൻ്റെ ഒരു 4 ദിവസം മുമ്പ് കരീമും അതുപോലെ ഇപ്പം കഴിഞ്ഞ ആഴ്ച മരിച്ച കക്കാട്ടെ ഹമീദും പിന്നെ 1-2 സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. കുറച്ച് താഴെ എന്തോ ഒരു ആവശ്യത്തിന് അവർ വന്നാണ്. എന്നെ വിളിച്ചു പറഞ്ഞു, ചായ ഉണ്ടാക്കി ഞങ്ങളോട് വരാറ്. അങ്ങനെ ചായ ഉണ്ടാക്കി വന്ന് അവൻ മധുരട്ടില്ല. മധുരമൊന്നും പ്രശ്നമില്ല, മധുരട്ടോളി, മധുരമൊന്നും നമ്മൾ വിഷയമല്ല. കരിയുമ്പോൾ മധുരട്ടിട്ട് പിന്നെ ചായ കുടിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ദിവസങ്ങൾക്കുള്ളിലാണ് സുബഹിന്റെ തൊട്ട് മുമ്പ് നാസർ മാഷ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മുടെ കരീമ മരിച്ചു പറഞ്ഞു. അതൊരു വല്ലാത്ത ഷോക്കായിരുന്നു. ഒരിക്കലും നമ്മൾ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ശബ്ദമായിരുന്നു അത്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അത്. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്, എല്ലാവരും മരിക്കലും അങ്ങനെ തന്നെയാണ്. നമ്മളും ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തരായി ജീവിക്കൊന്നുമില്ല. എന്തായിരുന്നാലും ശരി, കരീമിന്റെ നിര്യാണ വാർത്ത അതിങ്ങോട്ട് വിശ്വസിക്കാൻ ഒരുപാട് സമയമെടുക്കേണ്ടി വന്നു. പിന്നെ ഒന്ന് കിടന്നപ്പോൾ കരീം മാത്രമായിരുന്നു ഉറക്കത്തിൽ വന്നത്. അങ്ങനത്തെ ഒരു ജീവിതം സമ്പൂർണ്ണ സമർപ്പണത്തിലൂടെ, സ്ഥാനമാനങ്ങൾ ഓർക്കാതെ, ഭൗതിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ ഇത്രമാത്രം അധ്വാനിച്ച് സംഘടനയുടെ ഒരു മുദ്രയായി മാറിയ കരീമിന്റെ മുഖമെന്ന് പറയുന്നത് നമ്മുടെ സംഘടനയുടെ ഒരു സീല് പോലെയാണ്. അങ്ങനെ അദ്ദേഹം ഇഹലോകത്ത് നിന്ന് വിട പറഞ്ഞു. പടച്ച റബ്ബ് അദ്ദേഹത്തിന്റെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ പുറത്തു കൊടുക്കട്ടെ. പടച്ചവനെ, അദ്ദേഹത്തിന്റെ ഖബർ നീ സന്തോഷത്താൽ നിറക്കണേ റഹ്മാൻ. നിന്റെ സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കണേ അല്ലാഹ്. നാളെ ഞങ്ങൾക്ക് എല്ലാവർക്കും കരീമിന്റെ കൂടെ സ്വർഗലോകത്ത് പ്രവേശിക്കാൻ തൗഫീഖ് നൽകണേ നാഥ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത മോഡൽ ഗ്രൂപ്പിൽ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട സാബിത്ത് അബ്ദുള്ള സഖാഫിയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഗ്രൂപ്പിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. നമ്മുടെ ഓർമ്മയാനം പ്രവാസി ഗ്രൂപ്പിന്റെ വക നടക്കുന്ന പ്രിയങ്കരനായ കരീം സാഹിബിന്റെ അനുസ്മരണത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വിനീതനായ ഞാനൊക്കെ സംഘടനാ രംഗത്ത് സാഹിത്യോത്സവിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. സാഹിത്യോത്സവിന്റെ ആവേശവും അതിലൂടെ ഉണ്ടാവുന്ന സംഘടനാ ബന്ധവുമാണ് ഇന്ന് നമ്മുടെ സംഘടനാ രംഗത്ത് എത്തിച്ചേർന്നതിന്റെ എല്ലാവിധ കാരണങ്ങളും. ഈ സാഹിത്യോത്സവ് അതിന്റെ സൃഷ്ടി കൂടിയാണല്ലോ ബഹുമാനപ്പെട്ട കരീം സാഹിബ്. അദ്ദേഹത്തിന്റെ വളരെയേറെ ആത്മാർത്ഥമായ ജീവിതം ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാനും കടപ്പാടുകൾ നിർവഹിക്കുവാനും അദ്ദേഹത്തിനുള്ള
ആ ഒരു വലിയ കഴിവ് നമ്മൾ സമ്മതിക്കേണ്ടത് തന്നെയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരോടൊക്കെ ഹൃദയബന്ധം നിലനിർത്തുവാനും തുടർത്തുവാനും സാധ്യമാകുന്നു എന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിശേഷണമായിട്ടാണ് നാം കാണുന്നത്. എത്ര ഉയർന്ന സ്ഥാനങ്ങളിലാണെങ്കിലും തന്നോടൊപ്പം ബന്ധപ്പെട്ടവരെ പരിഗണിക്കാനും അവരുമായി സൗഹൃദങ്ങളെ പുനഃസ്ഥാപിക്കപ്പെടാനുമൊക്കെ അദ്ദേഹം കാണിച്ച വലിയ മുന്നേറ്റങ്ങൾ ഇപ്പോഴും നമുക്ക് ഓർക്കാം. അവസാന കാലഘട്ടങ്ങളിൽ നോളജ് സിറ്റിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സേവനം. ഞാൻ ഈങ്ങാപ്പുഴ സേവനം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് ഇതിലൂടെ പോകുമ്പോൾ ഒന്നിടവിട്ട് അദ്ദേഹം വിളിക്കും, വിശേഷങ്ങൾ അറിയിക്കും, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അന്വേഷിക്കാൻ പറയും. അങ്ങനെ വലിയ ബന്ധമായിരുന്നു പ്രിയപ്പെട്ട കരീം സാഹിബുമായി നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതേപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വകാര്യമായ ജീവിതത്തിൽ വളരെയേറെ നല്ല വിശുദ്ധ ഖുർആൻ പാരായണം, അദ്കാറുകളൊക്കെ സ്ഥിരമായി ഹദ്ദാദ് പോലെ നിലനിർത്തി അങ്ങനെ അള്ളാഹുമായുള്ള കടപ്പാടുകളും പുലർത്താൻ ഏറെ ശ്രദ്ധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ കാണിക്കുന്ന കണിശതൊക്കെ പലപ്പോഴും കൂട്ടുജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നപ്പോഴും മനക്കരുത്തോടെ തന്റെ ബുദ്ധി വൈഭവം കൊണ്ട് വലിയ വിചാരങ്ങളിലൂടെ ഉന്നത മേഖലകൾ തേടിയുള്ള യാത്രക്കിടയിലാണ് പ്രിയപ്പെട്ട കരീം സാഹിബിന്റെ വിയോഗം എന്നതുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒരു സംഘടനാ പ്രവർത്തകന്, ഒരു സംഘടനാ നേതാവിന് എല്ലാം അനുകരിക്കാനുള്ള ഒരുപാട് ഗുണവിശേഷണങ്ങൾ സമ്മേളിച്ച സമുന്നതനായ വ്യക്തിപ്രഭാവമാണ് ബഹുമാന്യരായ കരീം കക്കാട് സാഹിബ്. നമ്മുടെ ഈ ഗ്രൂപ്പ് ഈ സംഘടിപ്പിക്കുന്ന അനുസ്മരണം അള്ളാഹു അവിടത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, ഖബറിൽ എല്ലാവിധ സ്വർഗീയ സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹാ സംഗമത്തിന്, ഈ ഓർമ്മയാനത്തിന്റെ ഓർമ്മ പരിപാടിക്ക് സർവ്വവിധ സന്തോഷങ്ങളും അറിയിച്ച് ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ പ്രിയ സുഹൃത്ത് കരീം കക്കാടിൻ്റെ അനുസ്മരണ പരിപാടി പല ആളുകളും നമ്മൾ സംസാരിച്ചു, ദുആ ചെയ്തു. എല്ലാം അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കൊക്കെ മാതൃകയാക്കാൻ പറ്റുന്ന തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മരിച്ചിട്ടും മായാത്ത ഓർമ്മകളുമായി നമ്മുടെ മനസ്സുകളിലും നമ്മുടെ വേദികളിലും നമ്മുടെ എല്ലാ ചുറ്റുപാടിലും കരീം ക ഇപ്പോഴുമുണ്ട്. അവരോടൊപ്പം അള്ളാഹു നമ്മയും പ്രാസ്ഥാനിക കുടുംബത്തിൽ മരണപ്പെട്ടു പോയ ആരൊക്കെ ഉണ്ടോ അവരൊക്കെയും ജന്നാത്തുൽ നഈം നിർമ്മിച്ചു കൊടുത്തരുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ കരീം കക്കാടിനെയാണ് ഇന്ന് ഗ്രൂപ്പ് സ്മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലം ഒന്നിച്ച് പ്രവർത്തിക്കുവാനുള്ള തൗഫീക്ക് ലഭിച്ചുവെങ്കിലും കരീം എന്ന ഈ വലിയ മനുഷ്യനെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം മാത്രമാണ് എനിക്ക് സാധിച്ചത് എന്നൊരു കുറ്റബോധമാണ് ഇന്നെന്നെ വേട്ടയാടുന്നത്. അടുത്ത ദിവസവും അവനെക്കുറിച്ച് ഒരുപാട് വായിക്കുവാനുള്ള അവസരം ലഭിച്ചു. അൽഹംദുലില്ലാ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാം ഖബൂൽ ചെയ്യുമാറാവട്ടെ. തീർച്ചയായിട്ടും നാം ആവുന്ന പ്രവർത്തകന്മാർക്ക് ഒരുപാട് മാതൃകകൾ ബഹുമാനപ്പെട്ട കരീമിലുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ കരീമിനോടുള്ള നമ്മുടെ കടപ്പാട് തീരണമെങ്കിൽ കരീം കാണിച്ചു തന്ന വഴിയിൽ, അവൻ്റെ മാതൃകയിൽ ആരുടെ മുന്നിലും ഒരു വലിയ ആളാവാതെ എന്നാൽ എല്ലാ കാര്യങ്ങളും അണിയറക്കുള്ളിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച മാതൃക ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല കരീം അവൻ്റെ ജീവിതകാലത്ത് ചെയ്ത സർവ്വസൽക്കർമ്മങ്ങളും ഇന്നും അവൻ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളെ പിന്തുടർന്നുകൊണ്ട് അവൻ്റെ പിൻതലമുറക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിൻ്റെ ഈ പ്രതിഫലം വലിയൊരു സന്തോഷമായി ആറടി മണ്ണിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഈ കൂട്ടത്തിൽ സംഘാടകരോട് ഇനി ഒരു കാര്യം കൂടി ഉണർത്താനുള്ളത്, കരീമിനെ കണ്ടവരും കേട്ടവരും അനുഭവിച്ചവരും മാത്രമാണ് ഈ ഗ്രൂപ്പിൽ കൂടുതലുള്ളത് എന്നുള്ളത് കൊണ്ട്
ഇത്തരം ആളുകളെ സ്മരിക്കുന്ന അവസരത്തിൽ പുതിയ തലമുറയിൽ നോർഗൽ SSFന്റെ ഒക്കെ സെക്ടർ തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരെ അവരുടെ സമ്മതത്തോടു കൂടി ഈ ഗ്രൂപ്പിലേക്ക് താൽക്കാലികമായി ആഡ് ചെയ്യുകയും കരീമിനെ പോലെയുള്ളവരെ കുറിച്ചുള്ള അനുസ്മരണങ്ങൾ നടക്കുന്ന അവസരത്തിൽ അത് കേട്ട് പഠിക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ള ഒരവസരം അവർക്ക് കൂടി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നത് ഏറെ ഗുണം ചെയ്യുന്നുള്ള ഒരഭിപ്രായം എനിക്കുണ്ട്. അതുകൂടി ഇവിടെ അറിയിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നാളെ ജന്നാത്തുൻ നഈമിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വെച്ച് കരീമിനെ കണ്ടുമുട്ടുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനും റഹീമുമായ രാജ സയ്യിദായ അല്ലാഹ്, പടച്ച തമ്പുരാനെ, എത്രയോ ആളുകൾ സുന്ന ജമാഅത്തിൻ്റെ പാതയിൽ ഒരുപാട് കാലം പ്രവർത്തനങ്ങൾ നടത്തി, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച്, വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ച്, ദീനിന് വേണ്ടിയൊക്കെ സമർപ്പിച്ച് അങ്ങനെ കഴിഞ്ഞു പോയ ഒട്ടനവധി നേതാക്കൾ, പ്രവർത്തകർ, സുഹൃത്തുക്കൾ, അല്ലാഹ് അവരുടെയൊക്കെ ഖബറിടങ്ങൾ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവർ ജീവിതത്തിൽ ചെയ്ത എല്ലാ സുഹൃതങ്ങളും കബൂലാക്കി അവരുടെ ഖബറിൽ അതൊക്കെ ഒരു ഈനാസാക്കി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ, പ്രത്യേകിച്ച് യൂനുസ് മുച്ചുന്തി അതുപോലെ കരീം കക്കാട്, ഈ നല്ല രണ്ട് പ്രവർത്തകർ SSFന്റെ പാതയിൽ ഞങ്ങളുടെ വഴികാട്ടികളായി മുന്നേ നടന്നു നീങ്ങിയവർ, അല്ലാഹ് പല നിരക്കും ത്യാഗങ്ങൾ എമ്പാടും സഹിച്ചവരാണ് അല്ലാഹ്. അതൊക്കെയും അവർക്ക് കൺകുളിർക്കെ അനുഭവിക്കാവുന്ന നല്ല സാലിഹാമലുകളായി നീ അവരിൽ നിന്ന് കബൂലാക്കണേ അല്ലാഹ്. ഖബറിൽ ഇനാസാക്കി കൊടുക്കണേ അല്ലാഹ്. പഠിച്ച തമ്പുരാനെ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പഠിച്ചവനെ അവിടെ എത്തിച്ച് ഒരുമിച്ച് കൂട്ടി മുത്തുനബിയുടെ ചാരത്ത് പഠിച്ചവനെ സുന്ന ജമാഅത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ, പഠിച്ചവനെ സുൽത്താൻ ഉലമയുടെ ക്ലാസ് കേൾക്കാൻ, ബുഹാരി ക്ലാസ്സിൽ പങ്കെടുക്കാൻ അല്ലാഹ് ആ സ്വർഗത്തിൽ ഞങ്ങളൊക്കെ നീ എത്തിച്ചു തരണേ റഹ്മാനേ. സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക മസീർ. പഠിച്ച തമ്പുരാനെ, ഇന്ന് ഈ ഗ്രൂപ്പിലൂടെ ഒരുപാട് ആളുകൾ നന്മകൾ പറഞ്ഞു. അതുപോലെ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തിനെയൊക്കെ ഓതി ഹദിയ ചെയ്തു എല്ലാം നീ കബൂലാക്കി അവരുടെ ഹദറത്തിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ കരീം കക്കാട് അതുപോലെയുള്ള എല്ലാ സുഹൃത്തുക്കളുടെയും ഖബറിലേക്ക്, ഹദറത്തിലേക്ക്, റൂഹിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. واغفر لنا وارحمنا وارحم والدينا ربنا بأنواع رحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഓർമായനം പ്രവാസി ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, നമ്മുടെ ഗ്രൂപ്പിൽ കരീം സാഹിബ് കക്കാടിൻ്റെ അനുസ്മരണ പരിപാടിയാണ് നടന്നു കഴിഞ്ഞത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കട്ടെ. അതിൻ്റെ മിസ്ല സവാബ് പ്രിയപ്പെട്ട കരീം സാഹിബിൻ്റെ ഖബറിടത്തിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പരിപാടിയുടെ ആമുഖമായിട്ട് നമുക്ക് ദുആ ചെയ്തു തന്ന ബഹുമാനപ്പെട്ട AK ഉസ്താദ്, പരിപാടി ഉദ്ഘാടനം ചെയ്ത മജീദ് സാഹിബ് പുത്തൂർ, അനുസ്മരണ പ്രഭാഷണം നടത്തിയ അബ്ദുള്ള സാദി ഉസ്താദ്, ആമുഖ ഭാഷണം നടത്തിയ നാസർ മാസ്റ്റർ ചെറുവാടി, ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. പരിപാടിയിൽ സംവദിച്ച ബഹുമാനപ്പെട്ട സാബിത്ത് അബ്ദുള്ള സക്കാഫി, OM സക്കാഫി, ഷംസു ഹാജി പൂളപ്പൊയിൽ, അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയുടെ അവസാനമായി ദുആക്ക് നേതൃത്വം നൽകിയ നാസർ സക്കാഫി ഉസ്താദ് അവർകൾ, പരിപാടി എല്ലാ നിലക്കും
ഭംഗിയാകാൻ വേണ്ടി ലൈനിൽ വന്ന കമറുദ്ദീൻ സക്കാഫി, മറ്റു അഡ്മിൻസ്, പരിപാടി ശ്രവിച്ചവർ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കരീം കാട് അവരുടെ ഖബർ സന്തോഷത്തിലാക്കി നാളെ സ്വർഗീയ ഭവനത്തിൽ അവരെയും നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.